വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അതിൽ പ്രതിയായിരുന്ന അർജുനെ കട്ടപ്പന കോടതി വെറുതെ വിട്ടിട്ട് 5 മാസങ്ങൾ പിന്നിടുകയാണ്. കുടുംബത്തെ മുഖ്യമന്ത്രി നേരിൽ കണ്ടു. അതിനുശേഷം മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം ഒരു പുതിയ പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കുന്നതിനും അതിനുശേഷം ഈ അപ്പീൽ ഹർജിയൊക്കെ നൽകിയതിനു ശേഷം മുമ്പോട്ട് പോകുന്നതിനുമുള്ള തീരുമാനമെടുത്തു. പക്ഷേ ഉറപ്പുകൾ പാലിക്കപ്പെടുന്നില്ല എന്ന ഒരു ആരോപണം ഇപ്പോൾ ഉയരുകയാണ്. പെൺകുട്ടിയുടെ പിതാവ് നമ്മളൊപ്പമുണ്ട്, നമുക്ക് ചോദിക്കാം. 5 മാസം പിന്നിട്ട് നമ്മുടെ ഇങ്ങനെ ഒരു വിധി വന്നിട്ട് അത് നമുക്ക് ഈ വിധി തന്നെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നേരത്തെ തന്നെ ഇവിടെ ഒരു അപ്പീൽ കൊടുത്തപ്പോൾ തന്നെ സർക്കാരിൽ നിന്ന് പ്രോസിക്യൂട്ടറെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. അംബിയാദേവി എന്ന് പറഞ്ഞൊരു പ്രോസിക്യൂട്ടറായിരുന്നു. അപ്പോൾ അവർ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അവരുടെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടെ ഈ കേസ് മുമ്പ് സ്പീഡപ്പാക്കി എടുക്കണം എന്ന് പറഞ്ഞ് ഇവരൊരു പെറ്റീഷൻ ഇട്ടാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ പെറ്റിമ അപ്പീൽ കൊടുത്തിരിക്കുന്ന രാജേഷ് മേനൻ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റും കൂടെ കൂട്ടത്തിൽ നിന്ന് കേസ് സ്പീഡപ്പാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രോസിക്യൂട്ടറിൻ്റെ ഭാഗത്തു നിന്ന് സർക്കാരിൻ്റെ പ്രോസിക്യൂട്ടറിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഒന്നും തന്നെ നടപടിയൊന്നും നീങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് സർക്കാരിൽ നിന്ന് ഒരു കത്ത് കിട്ടി, നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോസിക്യൂട്ടറെ നിയമിച്ചോളാൻ പറഞ്ഞുകൊണ്ട് പേര് ഉന്നയിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് കത്ത് വന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ടാണ് നമ്മൾ ഈ പെറ്റിമ അപ്പീൽ കൊടുത്ത പ്രോസിക്യൂട്ടറിനെ തന്നെ രാജേഷ് മേനനും പിന്നെ ഒരു 3 വക്കീൽ വേറെ പേര് വേണമെന്ന് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരു 3 വക്കീൽമാർ പേരും കൂടെ ചേർത്താണ് നമ്മൾ കൊടുത്തിട്ട് തന്നെ 4 മാസമായി. അതിനകത്തൊരു തീരുമാനം ഇതുവരെ ബന്ധപ്പെട്ട അധികാരികളൊക്കെ നമ്മൾ വിളിച്ചു ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഒരു നടപടി ഇതുവരെ ആയിട്ടില്ല. ഇതിനകത്തൊരു പ്രോസിക്യൂട്ടറെ നിയമിച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ കേസ് നമ്മൾ പറഞ്ഞ രീതിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനകത്തൊരു സ്പീഡപ്പ് ആകണം എന്നുള്ള ഇതാണ്. ഇപ്പോഴും നമ്മളത് ഇതുവരെ ആയില്ലല്ലോ എന്നുള്ള വിഷമത്തിലാണ് നിൽക്കുന്നത്. ഇത് മനഃപൂർവ്വം ഈ നടപടികൾ വൈകിപ്പിക്കുന്നതായി തോന്നിയിട്ടുണ്ടോ? അങ്ങനെ സംശയം ഇല്ലാതില്ല. ആരോ ഇതിന് പിന്നിൽ കളിക്കുന്ന പോലെയാണ് നമുക്കൊരു ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ മനുഷ്യാവകാശ കമ്മീഷനിൽ ഇവർ പ്രതിയുടെ കുടുംബക്കാർ ആവശ്യപ്പെട്ടിട്ട് ഇവർക്ക് ഇവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെ താമസിക്കണമെന്നും ഈ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം പോലീസിനൊരു നിർദ്ദേശം കൊടുത്തതായിട്ട് പത്രത്തിൽ കണ്ടു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത് വലിയ ബുദ്ധിമുട്ടിരിക്കുക. നിയമ പോരാട്ടം ഇപ്പം പ്രതിസന്ധിയിലായി നിൽക്കുകയാണ്. അതെ. ഇതിനകത്ത് സർക്കാർ ശക്തമായിട്ട് ഇടപെട്ടാൽ മാത്രമേ ഉള്ളൂ കുഞ്ഞിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ഇത് സ്പീഡപ്പ് ആകണമെന്ന് എനിക്ക് വേറെ ഇത് ചാനലിലൂടെ എനിക്ക് പറയാൻ കഴിയും. മുഖ്യമന്ത്രി ഈ വാർത്ത കേൾക്കണമെങ്കിൽ ദയവായി ഇത് ഈ കേസിന് മുമ്പോട്ട് പോകാനുള്ള നടപടികൾ സ്വീകരിക്കണം. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.